ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ട്രാവൽ സീരീസിലോട്ട് സ്വാഗതം. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ജോർജിയയാണ്. ജോർജിയയിൽ ഞങ്ങൾ വിൻ്റർ ടൈമിൽ പോയിരുന്നു. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഓട്ടം സീസണിലാണ്. ഞങ്ങൾ ഓട്ടം സീസണിൽ ഇതുവരെ എവിടെയും പോയിട്ടില്ല. നമ്മൾ ആ ഒരു ലീഫൊക്കെ പല കളർ ചേഞ്ച് ആയി നിൽക്കുന്ന ആ ഒരു വൈബ് ഇതുവരെ ഞങ്ങൾ എവിടെയും പോയി കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾ ആ ടൈമിൽ എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഓട്ടം സീസണിൽ ഞങ്ങൾ ചൂസ് ചെയ്ത സ്ഥലം ജോർജിയയാണ്. ഞങ്ങളങ്ങനെ കറക്റ്റ് ടൈമിൽ അബുദാബി എയർപോർട്ടിലെത്തി. അബുദാബിയിൽ നിന്ന് ടിബിൽസിയിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ വിസെയറിലാണ് പോയിരുന്നത്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണം വിസെയർ സ്റ്റോപ്പ് ചെയ്തു എന്ന് അവർ അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബഡ്ജറ്റായിട്ട് വളരെ കുറഞ്ഞ പൈസയിൽ പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അടഞ്ഞു. എന്നാലും ഞങ്ങൾ ഈ ഓട്ടം സീസണിൽ പോകണം ഒരു പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർ അറേബ്യയിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. എയർ അറേബ്യയിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് 10 kg നമ്മുടെ വെയിറ്റൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. സീറ്റ്, ഫുഡ്, മീൽസ്, ഫ്ലൈറ്റിൽ മീൽസ് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എയർ അറേബ്യ നമ്മൾ സ്ഥിരം എല്ലായിടത്തേക്കും യൂസ് ചെയ്യുന്ന ഫ്ലൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്തായാലും ഞങ്ങൾ ചെക്കിനൊക്കെ കറക്റ്റായിരുന്നു. എയർപോർട്ടിൽ വന്നിട്ട് തന്നെയാണ് നമുക്ക് ചെക്കിൻ വിസെയർ പോലെയല്ല. ചെക്കിനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ ലോഞ്ചിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സൊക്കെ ഇരുന്ന് അതിന് ശേഷം ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിലോട്ട് പോവുകയാണ് ചെയ്തത്. ജോർജിയയുടെ ക്യാപിറ്റലാണ് ടിബിൽസി. ലാസ്റ്റ് ടൈം നമ്മൾ വിസെയറിൽ കുട്ടൈസിയിലാണ് പോയി ഇറങ്ങിയത്. കുട്ടൈസിയിൽ നിന്ന് നമ്മൾ ടിബിൽസിയിലോട്ട് റെൻ്റ് കാർ എടുത്ത് പോവുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ ഡയറക്റ്റ് ടിബിൽസിയിലോട്ടാണ് ചെന്നിറങ്ങുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ പോയത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം അവിടുത്തെ കുറേ മെയിൻ സ്ഥലങ്ങളൊക്കെ അറിയാം. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ മിസ്സായിരുന്നു. കാരണം ലാസ്റ്റ് ടൈം നമ്മൾ നല്ല സ്നോ ഉള്ള ടൈമിൽ പോയതുകൊണ്ട് റോഡ് പലതും ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് റഷ്യ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ കസ്ബേഗി, പിന്നെ റഷ്യൻ ബോർഡർ അങ്ങോട്ട് ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ആ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ നമ്മുടെ പ്ലാൻ ഉണ്ട്. പിന്നെ ഓട്ടം സീസണാണ്, അവിടുത്തെ ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആണ്, അന്നത്തെ പോലെയല്ല. അപ്പോൾ നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പോയി. വിൻ്റർ ക്ലോത്ത്സ് ഒന്നും ഇപ്രാവശ്യം നമുക്ക് കരുതേണ്ടി വന്നില്ല. UAE റെസിഡൻസിന് വിസ ഓൺ അറൈവലാണ് ജോർജിയയിൽ. നമുക്ക് വേറെ വിസ എടുത്തിട്ട് പോകേണ്ടെന്ന് ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, അർമേനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് എയർപോർട്ടിൽ അവിടെ പോയിട്ട് അവർ നമുക്ക് വിസ തരുന്നു. ഫ്രീ ആണ്, വിസയ്ക്ക് വേറെ കോസ്റ്റ് ഒന്നുമില്ല. പക്ഷേ അസർബൈജാനിൽ പോകുമ്പോൾ നമ്മൾ വിസ എടുത്തിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പം ജോർജിയയിൽ പോകുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ എത്ര ദിവസമാണോ സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള കറൻസി നമ്മുടെ കയ്യിലുണ്ടാവണം. അതായത് ഡോളറായിട്ടോ ലാറിയായിട്ടോ നമുക്ക് UAE തന്നെ കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം. UAE പോയിട്ട്
നമുക്ക് ഏതെങ്കിലും എക്സ്ചേഞ്ച് പോയാൽ അവർ ജോർജിയൻ ലാറിയും കിട്ടും, നമുക്ക് ഡോളേഴ്സും കിട്ടും. കൂടുതൽ ഡോളേഴ്സായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ജോർജിയയിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഡോളേഴ്സ് കൺവേർട്ട് ചെയ്തിട്ട് ലാറിയാക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടുന്ന് കിട്ടുന്നതിനും കാട്ടി നല്ല പ്രൈസ് നമുക്ക് ജോർജിയയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലാറിയും കൂടുതൽ ഡോളേഴ്സും ആയിട്ടാണ് ഇവിടുന്ന് പോയത്. പിന്നെ ഇവിടെ എമിഗ്രേഷനിൽ ചോദിക്കുന്ന ഒരു ട്രാവൽ ഇൻഷുറൻസ് ആണ്. അപ്പോൾ നമ്മൾ UAE നിന്ന് വരുമ്പോൾ നമ്മൾ എത്ര ദിവസമാണോ ജോർജിയയിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ദിവസത്തെ ട്രാവൽ ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണം. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ജോർജിയൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്ത് എക്സിറ്റിൻ്റെ അവിടെയാണ്. അവിടെ നമുക്കിതുപോലെ ഇഷ്ടംപോലെ കറൻസി എക്സ്ചേഞ്ച്, റെൻ്റ് കാറിൻ്റെ ഓഫീസ്, അതുപോലെ സിം എടുക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ പല ഷോപ്പുകളും കാണാം. ഞങ്ങൾ ഇവിടുന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണില്ല, പുറത്തുനിന്ന് മാറ്റാമെന്നാണ് തൽക്കാലം. കുറച്ച് ലാറി ഞങ്ങളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് സിം എടുക്കണം. സിം മെയിനായിട്ട് ആൾക്കാർ മക്തി പറഞ്ഞൊരു കമ്പനിയുടെ സിമ്മും പിന്നെ ജിയോ സെൽ എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ സിമ്മുമാണ് എടുക്കാറ്. ലാസ്റ്റ് ടൈം നമ്മൾ മക്തി കമ്പനിയുടെ സിമ്മാണ് എടുത്തത്. ഇപ്രാവശ്യം നമ്മൾ ജിയോ സെല്ലാണ് എടുത്തത്. രണ്ടും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എല്ലായിടത്തും റേഞ്ചും ഉണ്ട്. പ്രൈസ് UAE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഇവിടെ നെറ്റിനും കോൾസിനൊക്കെ പ്രൈസ്. പിന്നെ നമുക്ക് കാറ് നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. റെൻ്റ് കാർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്ത ജിയോ ഡ്രൈവിൽ തന്നെയാണ് ഇപ്രാവശ്യം കാറ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടേ എടുക്കണുള്ളൂ. എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകാൻ ഞങ്ങൾ ബോൾട്ട് വഴി ഒരു കാറ് ബുക്ക് ചെയ്തു. ബോൾട്ട് അല്ലെങ്കിൽ യാൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് വഴിയാണ് ഇവിടെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുക. ഈ യാൻഡെക്സിലൊക്കെ നമുക്ക് മാപ്പും കിട്ടും. നമുക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെങ്കിൽ യാൻഡെക്സിലത്തെ മാപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷനും ക്യാമറയും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതും യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ റെൻ്റ് കാർ എടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു ആപ്പാണ് യാൻഡെക്സ്. അതിൽ നമുക്ക് മാപ്പ് കിട്ടും. പിന്നെ ഫുഡും നമുക്ക് ബോൾട്ടിലൊക്കെ ഇവിടെ ഫുഡും അവൈലബിളാണ്. നമ്മുടെ ഇവിടുത്തെ കീറ്റ അങ്ങനെയുള്ള തലഭാത്തൊക്കെ പോലെ അവിടുത്തെ ഒരു ആപ്പാണിത്. അപ്പോൾ നമ്മൾ ടാക്സി എന്തായാലും വളരെ ചീപ്പാണ്. നമുക്ക് ഇവിടെ പെട്രോൾ പ്രൈസ് UAE വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്, എന്നിട്ടും ടാക്സി വളരെ ചീപ്പായിട്ടാണ് ഇവിടെ ഓടുന്നത്. എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ജോർജിയ ചൂസ് ചെയ്യാൻ കാരണം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് വിൻ്ററിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ജോർജിയ. ഞങ്ങൾക്ക് എന്തോ ഫസ്റ്റ് ടൈം ആയിരിക്കും ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഈ ഇത്രയും സ്നോഫോളും ആ ഒരു ക്ലൈമറ്റൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലത്തിനോടൊക്കെ ഒരു പ്രത്യേക ഒരു താല്പര്യം തോന്നിയിരുന്നു. അപ്പോൾ വീണ്ടും വരണം എന്ന് ഞങ്ങൾ അന്നേ പ്ലാൻ ഇട്ടതാണ്. അപ്പോൾ ഓട്ടം സീസൺ ആയപ്പോൾ പിന്നെ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നതാണ്.
ഓട്ടം സീസൺ കഴിയാനായി. എന്നാലും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം അത്യാവശ്യം ട്രീസൊക്കെ ലീവ്സൊക്കെ കളറ് മാറിയിട്ട് ഇങ്ങനെ വീണിട്ടും നിലത്ത് വീണിട്ടും അല്ലാതെ ട്രീസിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാം. വളരെ മനോഹരമായ ഒരു രാജ്യം ഞങ്ങൾക്ക് ജോർജിയ തോന്നിയത്. കാരണം ഈ ഡ്രൈവ് ചെയ്ത് പോണ വഴി തന്നെ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ്. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് അതിൻ്റേതായ ഒരു ഫീലിംഗ് കിട്ടും. ഒരു പ്രത്യേക വൈബാണ് ഈ രാജ്യത്തിൽ ഞങ്ങൾക്ക് തോന്നിയത്. ഇതിപ്പോൾ നമ്മൾ പക്ഷേ ഈ സിറ്റി ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ സിഗ്നൽ പറഞ്ഞാൽ ചില സിഗ്നൽ തുറക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരും. അപ്പോൾ നമ്മൾ തന്നെ ഫസ്റ്റ് ടൈമിലൊക്കെ ആകുമ്പോൾ കൺഫ്യൂഷനായിരിക്കും. പിന്നെ യൂ ടേൺ ചില റൂട്ടിലേക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ലെഫ്റ്റും റൈറ്റൊക്കെ എടുക്കുന്ന വഴികളൊക്കെ ഒരു കൺഫ്യൂഷനാണ്. കാരണം നമുക്ക് ലെഫ്റ്റ് എടുക്കേണ്ട വഴിയിൽ നിന്ന് തന്നെയാണ് സിഗ്നൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് പോകേണ്ട സ്ഥലത്തേക്ക് നേരെ സ്ട്രെയിറ്റും വണ്ടി വരും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് എടുക്കേണ്ടി വരും. റൈറ്റ് പോകേണ്ട സിഗ്നലാണെങ്കിൽ സിഗ്നലിൽ നമുക്ക് റൈറ്റ് പോകണമെങ്കിൽ സ്ട്രെയിറ്റ് വണ്ടി വരും. അത് റൈറ്റ് അതൊരു കൺഫ്യൂഷനുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ സിഗ്നലിൽ ഞങ്ങൾക്ക് തോന്നി. അത് നമ്മൾ കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്താൽ അതിനൊരു യൂസ്ഡ് ആയിരിക്കും. പിന്നെ കുറച്ച് ട്രാഫിക് ഉണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ പാർക്കിംഗ് ഇടണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടി നമ്മൾ റെൻ്റ് കാറൊക്കെ ആണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. കാരണം അവരുടെ പേരിലാവുമല്ലോ വണ്ടി. അതിനുള്ള വഴികളൊക്കെ അവർ പറഞ്ഞു തരും. പക്ഷേ ഈ സിറ്റി ഏരിയയിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ കാണാൻ ഏറ്റവും നല്ലത് ബോൾട്ടോ അല്ലെങ്കിൽ യാൻഡസ് വഴി ടാക്സി ബുക്ക് ചെയ്ത് പോകണം. വളരെ ചീപ്പായിട്ടും പോവാം. പിന്നെ ഇവിടുത്തെ ലോക്കൽസാണ് ഈ കാറ് ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ നമ്മളെ പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കും. അഥവാ ട്രാഫിക് ഉണ്ടെങ്കിൽ തന്നെ അവർക്കുള്ളിലൂടെ വേറെ വഴി കൂടെയൊക്കെ കട്ട് ചെയ്ത് പോയി പെട്ടെന്ന് അവർ സ്ഥലങ്ങളിൽ എത്തിക്കും. പിന്നെ അതിൻ്റെ അനുസരിച്ചിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് വരുള്ളൂ. ബോൾട്ടിലും യാൻഡക്സിലൊക്കെ ഇവിടുത്തെ പോലെ തന്നെ യാങ്കോലും മറ്റു സൗകര്യങ്ങൾ പോലെ നമുക്ക് ഓരോ ടാക്സിക്ക് അനുസരിച്ച് പലതരം ഇതുണ്ട്. വളരെ റേറ്റ് കുറഞ്ഞതുമുണ്ട്, അല്ലെങ്കിൽ ഹൈഫൈ ആയിട്ട് നമുക്ക് ലക്ഷറി ടൈപ്പ് വണ്ടികളും വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. ജോർജിയക്ക് വരാൻ നിങ്ങൾക്ക് സ്വയം പ്ലാൻ ചെയ്തിട്ട് വരാം. ഒരു ടൂർ പാക്കേജിൻ്റെ, ഒരു ടൂർ കമ്പനിയുടെ അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടിക്കറ്റ് എടുത്ത് ഐറ്റിനറി നമുക്ക് തന്നെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ഹോട്ടൽ വേണം, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്യണം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫസ്റ്റ് നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ പോകേണ്ട സ്ഥലങ്ങൾ, അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടുള്ള അക്കോമഡേഷൻ ഹോട്ടൽസും നിങ്ങൾക്ക് അഗോഡ വഴിയും പിന്നെ booking.com, മേക്ക് മൈ ട്രിപ്പ് ഇങ്ങനെയുള്ള ആപ്പുകൾ വഴി നിങ്ങൾക്ക് ഓഫറിൽ കിട്ടും.
അപ്പോൾ അതുവഴി ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് എയർപോർട്ടിൽ കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്തിട്ട് ചില ഹോട്ടലിൽ നമ്മൾ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും, ചിലത് ഹോട്ടലിൽ ചെന്നിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ഇവിടുത്തെ കറൻസിയാണ് മിക്കവാറും അവർ ചോദിക്കുക, അല്ലെങ്കിൽ ഡോളറായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കറൻസി നമ്മൾ മാറ്റി കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഡോളറെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഹോട്ടലൊക്കെ നമുക്ക് ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വരുന്നുണ്ട്, അതിൻ്റെ ഒരു ടെൻഷൻ വരില്ല. വളരെ ചീപ്പായിട്ടുള്ള ഹോട്ടൽസ് നമുക്ക് കിട്ടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൗകര്യമുള്ള ഹോട്ടലിന് തന്നെ വലിയ പ്രൈസൊന്നും ഇവിടെ ഞങ്ങൾക്ക് അത്ര തോന്നിയില്ല. അപ്പോൾ നമ്മൾ നല്ലോണം സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫറിൽ നല്ല ഹോട്ടൽസ് തന്നെ കിട്ടും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് വരികയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോകാൻ നമ്മൾ ഈ ബുക്ക് ചെയ്ത പോലെ ബോൾട്ട് കിട്ടും. അതല്ല, ലാസ്റ്റ് ടൈം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെൻ്റ് കാറാണ് എടുത്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലേക്ക് തന്നെ റെൻ്റ് കാർ വന്നിരുന്നു. അവിടെ നമ്മൾ റെൻ്റ് കാർ എടുത്തിട്ടാണ് ബാക്കി നമ്മൾ ഫുൾ ടൂറ് ചെയ്തത്. ഇപ്രാവശ്യവും നമ്മൾ എടുക്കുന്നുണ്ട്. നാളെ നമ്മൾ റെൻ്റ് കാർ എടുത്തിട്ടാണ് ദൂരെയുള്ള സ്ഥലങ്ങളിൽ കാസ്ബേക്കി, ജോർജിയ, റഷ്യ, ഫ്രണ്ട്ഷിപ്പ് മോണമെൻ്റ്, അങ്ങനെ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ നമ്മൾ റെൻ്റ് കാർ ഓൾറെഡി പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിയോ ഡ്രൈവ് റെൻ്റ് കാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, ലാസ്റ്റ് ടൈം നമ്മൾ എടുത്തത് തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. വളരെ നല്ല സർവീസായിരുന്നു. അവരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പലതരത്തിലുള്ള കാർസ് ഉണ്ട്. അത് അവരെ വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് ഉണ്ട്. പെർ ഡേ ഒരു ദിവസം ഇത്ര ചാർജ്, 2 days, 5 days, 4 days എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രൈസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ദിവസമാണോ ഐറ്റിനറി അതിനനുസരിച്ചിട്ട് ബുക്ക് ചെയ്യാം. അവരൊരു $100 ഡെപ്പോസിറ്റ് ചോദിക്കും. ആ ഡെപ്പോസിറ്റ് നമുക്ക് അവർ തിരിച്ചു തരും. അതൊക്കെ വളരെ ഈസിയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറൊരു കൺട്രി ആകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ടാക്സി എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ടൂർ പാക്കേജ് നടത്തുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഒരുപാട് മലയാളി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. MBBSനും നഴ്സിങ്ങിനും വേറെ പല കോഴ്സസിനായിട്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, നമ്മൾ അഡ്മിഷൻ്റെ സമയമാകുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നതും പോണതും. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അങ്ങനെ പല യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടംപോലെ മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മലയാളികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻ ഫുഡും മലയാളി ഫുഡൊക്കെ ഇവിടെ അത്യാവശ്യം കിട്ടും, കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. പക്ഷേ എക്സ്പെൻസീവാണ്. ഇവിടുത്തെ ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെ എക്സ്പെൻസീവാണ്. നമ്മുടെ UAE വെച്ച് നോക്കുമ്പോഴും എക്സ്പെൻസീവാണ്. ബിരിയാണിക്കൊക്കെ നമ്മൾ UAE പ്രൈസിൻ്റെ ഡബിളൊക്കെ വരും. ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അല്ല, ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത്രയും പ്രൈസ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് നമ്മൾ ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും വരുമ്പോൾ അവർ പ്രൈസ് എല്ലായിടത്തും പൊതുവേ കൂടുതലായിരിക്കും. പിന്നെ ഇന്ത്യൻ ഫുഡിന് പൊതുവേ ഇവിടെ പ്രൈസ് കൂടുതലാണ്. കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ഇതിന് മുമ്പത്തെ സീരീസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സൊക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഐബിസ് ബഡ്ജറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഹോട്ടലാണ്, പക്ഷേ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമാണ് വന്നത്, കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കപ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ സിംഗിളായിട്ട് വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ താമസിക്കാൻ പറ്റിയൊരു ഹോട്ടലാണ് ഈ ഐബിസ് ബഡ്ജറ്റ്. ഇത് സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഹോട്ടലാണ്, വളരെ അടുത്താണ്. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ഒക്കെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ പെട്ടെന്ന് എത്താൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സൈക്കിളുണ്ട്, ഒരു ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഒരു സ്പോട്ടാണ്, ആൾക്കാരൊക്കെ ഫോട്ടോ ഇടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഹോട്ടലുള്ളത്. ഇവിടുന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അവിടെ തന്നെയാണ് ഇഷ്ടംപോലെ ബസ്, ഈ ഓരോ ദൂര സ്ഥലങ്ങളിലേക്ക് പോണ ബസ് സർവീസൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ ഇവിടെ നമുക്ക് മെട്രോ ഉണ്ട് കേട്ടോ, മെട്രോ ഉണ്ട്. അതുപോലെ നമ്മുടെ സാധാരണ ലൈൻ ബസ്, നമ്മുടെ ഇവിടുത്തെ ബസ്സുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതും വളരെ ചീപ്പാണ്. മെട്രോ ആണെങ്കിലും ചീപ്പാണ്, പിന്നെ ഇവിടുത്തെ ബസ്സസ് ആണെങ്കിലും ചീപ്പാണ്. അതിനിവിടെ ഒരു കാർഡ് എടുത്താൽ മതി. ടൂറിസ്റ്റിന് വേറെ പ്രൈസ്, പിന്നെ ഇവിടുത്തെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേറെ പ്രൈസ്, പിന്നെ ഇവിടുത്തെ ലോക്കൽസിന് പ്രൈസ് ഡിഫറൻസ്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് ആ ഒരു പ്രൈസിൽ. എന്നാലും കമ്പാരിറ്റീവ്ലി
വളരെ ചീപ്പാണ്. മെട്രോ ആണെങ്കിലും ബാക്കി കാര്യങ്ങൾ, മെട്രോ എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ മെട്രോ കാണാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ ഈ മെട്രോ എന്ന് കേൾക്കുക, പെട്ടെന്നൊന്നും നമ്മൾ മെട്രോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമ്മൾ എന്തായാലും മെട്രോയിലൊക്കെ കയറുന്നുണ്ട്. ലാസ്റ്റ് ടൈം പോയിണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം നമ്മളെല്ലാം മെട്രോയിൽ കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒന്നില്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോവാം, അതല്ലെങ്കിൽ ഇതുപോലത്തെ ടാക്സി സർവീസ് ഉണ്ട്. ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ടൂർ പാക്കേജുകൾ നടത്തും. അല്ലെങ്കിൽ നമുക്ക് UAE തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഐറ്റിനറി പ്രിപ്പയർ ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ടൂർ പാക്കേജ് എടുത്ത് വരാം. പക്ഷേ എന്തുകൊണ്ടും ടൂർ പാക്കേജ് എടുത്ത് വരുന്നതിനെക്കാട്ടിയും ലാഭം നമ്മൾ ഒറ്റയ്ക്ക് വരുന്നതാണ്. ടൂർ പാക്കേജ് എടുത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് വരും ചെയ്യും. എല്ലാ സ്ഥലങ്ങളിലും അവർ നമ്മളെ കൊണ്ടുപോവില്ല. കൊണ്ടുപോയാൽ തന്നെ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ടാവും. ഇത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ ഇന്ന സ്ഥലം കവർ ചെയ്യണം, ഇത്ര മിനിറ്റ് കൊണ്ട് തിരിച്ചു വരണം. നമ്മുടെ ഒരു ഫ്രീഡത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതാണ് ഞങ്ങൾ സ്വന്തമായിട്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ട് പോകാൻ തുടങ്ങിയത്. ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പ്ലാൻ ചെയ്ത് പോകാം. പക്ഷെ ഒറ്റ പ്രോബ്ലം ഉള്ളൂ, രാവിലെ നമ്മൾ പെട്ടെന്ന് എണീക്കണം. എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്യണം. ടൂർ പാക്കേജ് ആകുമ്പോൾ കറക്റ്റ് ആ സമയത്ത് കാറ് വരുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും എണീക്കും. ഇതാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ആ ഒരു മടി അതൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലത് നമ്മൾ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് പോകണതാണ്. ബഡ്ജറ്റായിട്ടും നമുക്ക് ടൈമും അതുപോലെ മണിയും സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടത്തിന് ഓരോ സ്ഥലങ്ങളിലും പോകാൻ പറ്റും. നമ്മുടെ UAE ഡ്രൈവിംഗ് ലൈസൻസ് മതി ഇവിടെ കാർ ഓടിക്കാൻ. ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ജോർജിയൻ സീരീസിലെ ഫസ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ഐബിസ് ബഡ്ജറ്റ് ഹോട്ടൽ. ഞാൻ പറഞ്ഞല്ലോ വളരെ ബഡ്ജറ്റായൊരു ഹോട്ടലാണ്. പുറത്തുനിന്നും അകത്തുനിന്നൊക്കെ ഇൻറ്റീരിയറൊക്കെ വളരെ മനോഹരമാണ്. ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും. പക്ഷേ റൂം വളരെ ചെറുതാണ്. നമ്മൾ 2 പേരും ഒരു ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ ഓക്കെ. അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഈ ഹോട്ടൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം റൂം സ്പേസ് വളരെ കുറവാണ്. പക്ഷേ ഹോട്ടൽ ലൊക്കേഷനും ബാക്കിയെല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരിക അല്ലെങ്കിൽ ഇതുപോലെ വരികയൊക്കെ ആണെങ്കിൽ ഓക്കെ. ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്കിത് വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. ബഡ്ജറ്റായിട്ടും എല്ലാ സ്ഥലങ്ങളിലും പോകാൻ ഞങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. നമ്മുടെ ഈ ട്രാവൽ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി വീഡിയോസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.